Hi learners, welcome to I Plus Training Solutions. UGC Net Computer Science December cycle December 2025 cycle questions are നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഓൾറെഡി സം 2025 ക്വസ്റ്റ്യൻസ് നമ്മുടെ കഴിഞ്ഞു. സോ ഇനി റിമൈനിങ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. So we will move on to the first question for today's session. The question is given below are two statements. Again നമ്മൾ assertion reasoning ലോട്ട് പോവാണ്. So നിങ്ങൾ തന്നെ കൗണ്ട് ചെയ്താൽ അറിയാം more than 10 questions നമ്മളിപ്പോൾ കവർ ആയി assertion reasoning type alone. So we have an assertion statement and we have a reason statement. Assertion തന്നിരിക്കുന്നത് in supervised learning the model is trained using labeled data. Labeled data വെച്ചിട്ടാണ് മോഡൽ ട്രെയിൻ ചെയ്തിരിക്കുന്നതെന്നാണ് assertion പറഞ്ഞിരിക്കുന്നത്. Reason തന്നിരിക്കുന്നത് സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതം ഫൈൻഡ് ചെയ്യുന്നുണ്ട് പാറ്റേൺസ് ഇൻ ഡാറ്റ ടു പ്രെഡിക്റ്റ് ദ ഔട്ട്കം വിതൗട്ട് എനി prior knowledge of the correct output. So ഏത് ഔട്ട്പുട്ട് ആണ് കറക്റ്റ് വരിക എന്നുള്ള prior knowledge ഇല്ലാതെ തന്നെ അത് പ്രെഡിക്റ്റ് ചെയ്യും. അതാണ് റീസൺ തന്നിരിക്കുന്നത്. ഓക്കെ, സോ രണ്ടും സൂപ്പർവൈസ്ഡ് ലേണിംഗ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. So the question is what can be the correct answer? What can be the most appropriate answer? Yes. So we will move on to our options. So the options are both A and R are correct and R is the correct explanation of A. രണ്ടാമത്തേത് both A and R are correct and R is not the correct explanation of A. മൂന്ന് A is correct but R is not correct. നാല് A is not correct but R is correct. ഏതായിരിക്കും നമ്മുടെ correct option വരുന്നത് പറയൂ? Yes. The correct option is option number 3. A is correct but R is not correct. എങ്ങനെയാണ് അത് വന്നേ നോക്കാം. സോ നോക്കിയേ, അസേർഷൻ സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ് അല്ലേ? സോ നമുക്കറിയാം സൂപ്പർവൈസ്ഡ് ലേണിംഗ് എപ്പോഴും യൂസ് ചെയ്തിരിക്കുന്നത് ലേബൽഡ് ഡാറ്റയാണ്, റൈറ്റ്? സോ സൂപ്പർവൈസ്ഡ് ലേണിംഗ് or the model is trained using labeled data. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി കറക്റ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ മാക്സിമം അല്ല, സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ മോഡൽ യൂസ് ചെയ്തിരിക്കുന്നത് ലേബൽഡ് ആയിട്ടുള്ള ഡാറ്റ സെറ്റ് ആണ്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിലാണ് മോഡൽ യൂസ് ചെയ്യുന്നത് അൺലേബിൾഡ് ആയിട്ടുള്ള ഡാറ്റ സെറ്റ്. സോ supervised learning is based on labeled data set where the input data is paired with the corresponding output. So input corresponding ആയിട്ടുള്ള ഔട്ട്പുട്ടുമായിട്ട് എന്തിട്ടുണ്ടാവും? പെയർ ചെയ്തിട്ടുണ്ടാവും. ഏത് ഇൻപുട്ട് കൊടുത്താലാണ് ഏത് ഔട്ട്പുട്ട് വരുന്നത് എന്നുള്ള ഒരു ബേസിക് ഐഡിയ അവിടെ ഉണ്ടാവും. സോ അതാണ് അസേർഷൻ. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. രണ്ടാമത് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതം ഫൈൻഡ് ചെയ്യുന്നുണ്ട് ആ ഒരു ഡാറ്റ സെറ്റിലെ പാറ്റേൺ, സോ ദാറ്റ് ആ ഒരു ഔട്ട്പുട്ട് എന്താണ് എന്നത് അല്ലെങ്കിൽ ഔട്ട്പുട്ടിനെ കുറിച്ചും ഒരു പ്രയർ എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു എന്താ പറയുക, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഏതാണ്. സോ ദാറ്റ്സ് വൈ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. കാരണം സൂപ്പർവൈസ്ഡ് ലേണിംഗ് എപ്പോഴും യൂസ് ചെയ്യുന്നത് ലേബൽഡ് ഡാറ്റയാണ്. അവിടെ ഓൾറെഡി ഏതാണ് ഔട്ട്പുട്ട് എന്ന് നമുക്ക് അറിയായിരിക്കും. That means explicitly use ചെയ്തിരിക്കുന്നത് labeled ഡാറ്റയാണ് and processing the correct output is already known during the train process. So train സമയത്ത് തന്നെ ഏത് ഇൻപുട്ട് കൊടുത്താൽ ഏത് ഔട്ട്പുട്ട് കിട്ടും അതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ട്. ഓക്കെ, സോ അതാണ് എന്ത് വരുന്നത്? സൂപ്പർവൈസ്ഡ് ലേണിംഗ്. അതായത് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുമ്പോൾ അത് ട്രെയിൻ ചെയ്തിരിക്കുന്നത് ലേബൽഡ് ഡാറ്റ ആയിരിക്കും. പിന്നെ ഏത് ഔട്ട്പുട്ടാണ് വരുന്നത്, ഏത് ഔട്ട്പുട്ടാണ് കിട്ടേണ്ടത് എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻസും അവിടെ ഉണ്ടാകും. ഓക്കെ, സോ the supervised learning ഇൻവോൾവ് ചെയ്യുന്നത് ട്രെയിനിങ് മോഡൽസ് ആണ്. അത് യൂസ് ചെയ്തിരിക്കുന്നത് യൂസിങ് ദ എക്സാമ്പിൾസ് ദാറ്റ് വിൽ ബി ഇൻക്ലൂഡ്. സോ ഏതൊക്കെ രീതിയിലുള്ള ട്രെയിനിങ് മോഡൽസ് ആണ്, ആ ഒരു ട്രെയിനിങ് മോഡൽസിൽ എന്തൊക്കെ എക്സാമ്പിൾസ് ആണുള്ളത് നോക്കാം. സോ ദ ട്രെയിനിങ് മോഡൽ will be training the model and that will be using the examples which will be include both. So this will be include both input features and their associated corrected output. See, നമ്മുടെ കയ്യിൽ ഇൻപുട്ട് ഫീച്ചേഴ്സ് ഉണ്ട്. ഏതൊക്കെ ഫീച്ചേഴ്സ് ആവാൻ വരാം. സോ ഈ ഒരു ഫീച്ചേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ വി നോ ദാറ്റ് വാട്ട് ക്യാൻ ബി ദ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് ഓൾസോ. സോ സൂപ്പർവൈസ്ഡ് ലേണിംഗ് മോഡൽസിനെ ട്രെയിൻ ചെയ്യുന്നത്
based on the input features and what can be the associated corrected outputs. So ഈ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു അൽഗോരിതം ലേൺ ചെയ്യുന്നുണ്ട്. എങ്ങനെ? ദിസ് അൽഗോരിതം വിൽ ബി ലേൺ the mapping between the input and the output based on these labeled examples. So ഈ ഒരു labeled examples-ന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ മാപ്പിംഗ് നടക്കുന്നത്. ഏത് രീതിയിലാവാം മാപ്പിംഗ്, അല്ലെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് അവിടെ വരുന്നത്, what can be the expected outputs, ഇതൊക്കെ നമ്മൾ വരുന്നത്. So the examples of supervised learning techniques will be include the regression. So the examples of supervised learning techniques will be include regression വരുന്നുണ്ട്. See, supervised learning technique വളരെ important ആയിട്ട് വരുന്നതാണ് ഒന്ന് regression and another one is called as classification. So നമ്മുടെ കയ്യിലുള്ള ഒരു certain set of data, അതിൻ്റെ എന്താ പറയുക ബേസ്ഡ് ഓൺ എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ വെദർ അത് ഇതാണോ ഒരു പർട്ടിക്കുലർ തിങ് ആണോ എന്നുള്ള രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തു ബേസ്ഡ് ഓൺ സം സർട്ടൻ ഫീച്ചേഴ്സ്. ഇനി അതല്ല, ഇപ്പം നമ്മളിപ്പം വെദർ കണ്ടീഷൻ, ഇപ്പം നാളെ ഇപ്പം വെയിലായിരിക്കുമോ, ഇപ്പോഴത്തെയും അല്ലെങ്കിൽ ഇത്രയും ദിവസമുള്ള വെയിലിൻ്റെ എന്താ പറയുക ക്ലൈമറ്റിൻ്റെ വെദറിൻ്റെ എടുത്ത് വെച്ചിട്ട് ഡാറ്റ വെച്ചിട്ട് what can be the next. So എല്ലാം predictions ആണ്. സോ റിഗ്രഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രിഡിക്ഷൻ ആണ്. നെക്സ്റ്റ് നമുക്ക് എന്താവാം എന്നുള്ള ആ ഒരു പ്രിഡിക്ഷൻ ആണ്. ഇപ്പൊ ഹൗസ് പ്രൈസ് ഒരു 4 വർഷം കഴിഞ്ഞ് എങ്ങനെയാവാം, അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ളതാണ് പ്രിഡിക്ഷൻ എന്ന് പറയുന്നത്, റിഗ്രഷൻ എന്ന് പറയുന്നത്. സോ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ടെക്നിക്കിൽ വരുന്നതാണ് ഒന്ന് റിഗ്രഷൻ ആൻഡ് അനദർ വൺ ഈസ് കോൾഡ് ആസ് ക്ലാസിഫിക്കേഷൻ. ആൻഡ് that is the regression and classification tasks such as predicting the house prices, that is comes under regression, or identify whether an image contains a cat or a dog, that will be comes under classification. So അങ്ങനെയെങ്കിൽ the distinction between, see, നമ്മുടെ കയ്യിൽ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉണ്ട്, സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉണ്ട്, സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉണ്ട് ആൻഡ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉണ്ട്. സോ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് അതായത് മെയിൻലി അവിടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ലേബിൾഡ് ഡാറ്റയാണ്. സൂപ്പർവൈസ്ഡ് ലേണിംഗ് യൂസ് ചെയ്യുന്നത് ലേബിൾഡ് ഡാറ്റ ആയിരിക്കും, ആൻഡ് ഇത് യൂസ് ചെയ്യുന്നത് അൺസൂപ്പർവൈസ്ഡ് യൂസ് ചെയ്യുന്നത് അൺലേബിൾഡ് ഡാറ്റ ആയിരിക്കും. ഓക്കെ, സോ സൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ എക്സാമ്പിൾസ് ആണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് റിഗ്രഷൻ. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതിന്റെ എക്സാമ്പിൾ ആണ് വിൽ ബി ഐഡന്റിഫൈയിങ് വെദർ ആൻഡ് ഇമെയിൽ ഇസ് സ്പാം. സോ ആ ഒരു ഇമെയിൽ സ്പാം ആണോ അല്ലയോ, അതൊരു ക്ലാസിഫിക്കേഷൻ ടാസ്ക് ആണ്. റിഗ്രഷൻ എന്ന് പറയുന്ന സമയത്ത് വി വിൽ ബി ട്രൈങ് ടു പ്രെഡിക്റ്റിംഗ് എ പ്രൈസ് ഓഫ് എ കാർ. ഓക്കെ, പ്രൈസ് ഓഫ് എ കാർ ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഫീച്ചേഴ്സ്. അതിന്റെ ഫീച്ചേഴ്സിന്റെ ബേസ് ചെയ്തിട്ട് അതിന് എന്തായിരിക്കാം അതിന്റെ പ്രൈസ് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. So and also such as the mileage and year of manufactures, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിഗ്രഷൻ ടാസ്ക് വഴി we can able to predict it. And മറ്റൊരു കാര്യമാണ് ടൈം സീരീസ് ഫോർകാസ്റ്റിംഗ്. ക്ലാസിഫിക്കേഷൻ, റിഗ്രഷൻ ആൻഡ് ടൈം സീരീസ് ഫോർകാസ്റ്റിംഗ്. അതായത് ഈ ടൈം സീരീസ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് we can predicting the stock price based on the historical data. ഇതുവരെ എങ്ങനെയാണുള്ളത് ആ ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റയുടെ ബേസ് ചെയ്തിട്ട് നെക്സ്റ്റ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. സോ അതാണ് അത്. ഇനി ഈ ഒരു സൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ കീ കോമ്പണൻസ് ആണ് ജസ്റ്റ് നിങ്ങളൊന്ന് ഗോ ത്രൂ ചെയ്യുക. ദ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ആസ് ലേബിൾഡ് ഡാറ്റാ സെറ്റ്. ഈ ലേബിൾഡ് ഡാറ്റാ സെറ്റിൽ വരുന്നതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് പെയേഴ്സ് ഉണ്ടാവും, വേർ ഔട്ട്പുട്ട് ഇസ് നോൺ ഫോർ ഈച്ച് ഇൻപുട്ട്. ഓരോ ഇൻപുട്ട്, സപ്പോസ് ഇത് ഇൻപുട്ട് 1 ആണ് ആൻഡ് വി ഹാവ് ഇൻപുട്ട് 2, സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് 1 ഏതാണ്, ഔട്ട്പുട്ട് 2 ഏതാണ്, ഇതിന്റെ ഒരു ഐഡിയ ഉണ്ടാവും. സോ മറ്റൊരു ടേം എന്ന് പറയുന്നതാണ് ട്രെയിനിങ് പ്രോസസ്. ട്രെയിനിങ് പ്രോസസ് എന്ന് പറയുമ്പോൾ ഒരു മോഡല് ലേൺ to map its input to output using a labeled examples. So training process എന്ന് പറയുന്നത് ഒരു മോഡൽ ലേൺ ചെയ്യുന്നത് ഇൻപുട്ട് ടു ഔട്ട്പുട്ട് ആണ് യൂസിങ് ദ ലേബിൾഡ് എക്സാമ്പിൾ. ദെൻ വരുന്നതാണ് ഇവാലുവേഷൻ. ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഒരു മോഡലിന്റെ പെർഫോമൻസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും ബേസ്ഡ് ഓൺ ദി അൺസീൻ ഡാറ്റ ടു എൻഷുർ ദ അക്യുറസി ആൻഡ് ജനറലൈസേഷൻ. സോ ഇവാലുവേഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരു മോഡൽ പെർഫോമൻസ് വി ക്യാൻ ഏബിൾ ടു ടെസ്റ്റഡ് ഓൺ ആൻ അൺസീൻ ഡാറ്റ. സോ ഈ ഒരു അൺസീൻ ഡാറ്റ എന്ത് ചെയ്യുന്നുണ്ട്, ദിസ് അൺസീൻ ഡാറ്റ വിൽ ബി എൻഷുർ ദ അക്യുറസി ആസ് വെൽ ആസ് ദി ജനറലൈസേഷൻ. Okay, so we will move on to our next question. The next question is, a dialog control is a function of which layer? ഏത് ലെയർ ആണ് ഡയലോഗ് കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു ഫങ്ഷനാലിറ്റി ചെയ്യുന്നത്? ഓപ്ഷൻസ് ആർ ഫസ്റ്റ് വൺ നെറ്റ്വർക്ക് ലെയർ, സെക്കൻഡ് ട്രാൻസ്പോർട്ട് ലെയർ,
third session layer, and the fourth one presentation layer. So ഏത് ലെയർ ആണ് ഡയലോഗ് കൺട്രോൾ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷനാലിറ്റി ചെയ്യുന്നതെന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഏതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ പറയൂ? യെസ്, വാട്ട് ക്യാൻ ബി ദ കറക്റ്റ് ആൻസർ? സോ ഓരോ ലെയറിന്റെയും ഫംഗ്ഷനാലിറ്റീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഫംഗ്ഷനാലിറ്റി വെച്ചിട്ട് മാച്ച് ദ ഫോളോയിങ് വരെ നമുക്ക് ചോദിക്കാറുണ്ട്. റെഗുലർ ക്വസ്റ്റ്യൻ ആണത്. റൈറ്റ്? യെസ്, വാട്ട് ക്യാൻ ബി ദ layer in which the dialog control function is like? Yes, the correct answer is option number 3, session layer. അപ്പോൾ എങ്ങനെ സെഷൻ ലെയർ വരുന്നത് നോക്കാം. നമുക്കറിയാം ഒരു OSI റെഫറൻസ്, ഓക്കെ, ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ OSI മോഡൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 5th ലെയർ ആയിട്ട് വരുന്നതാണ് ഇത് സെഷൻ. സോ ഒരു OSI ലെയറിന്റെ 5th ലെയർ ആണ് എന്ത്? സെഷൻ ലെയർ എന്ന് പറയുന്നത്. സോ സെഷൻ ലെയർ എന്ന് പറയുമ്പോൾ സോ വി വിൽ ബി സ്റ്റാർട്ടിങ് വിത്ത് ഫിസിക്കൽ ലെയർ ആണല്ലോ. ഫിസിക്കൽ ലെയർ കഴിഞ്ഞാൽ ഡാറ്റ ലിങ്ക് ലെയർ വരുന്നുണ്ട്. ഡാറ്റ ലിങ്ക് ലെയർ കഴിഞ്ഞാൽ വി ഹാവ് എ നെറ്റ്വർക്ക് ലെയർ. നെറ്റ്വർക്ക് ലെയർ കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ട്രാൻസ്പോർട്ട് ലെയർ ഉണ്ട്. ട്രാൻസ്പോർട്ട് ലെയർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നതാണ് സെഷൻ ലെയർ. സോ സെഷൻ ലെയർ കഴിഞ്ഞിട്ട് വരുന്നതാണ് നമ്മുടെ പ്രസന്റേഷൻ ലെയർ. പ്രസന്റേഷൻ ലെയർ കഴിഞ്ഞാൽ ഫൈനലി will be having application layer. So ഇങ്ങനെയാണ് ആ ഒരു 7 ലെയർ. This is first, this is second, this is third, this is fourth, fifth, sixth and 7th. Okay, so the session layer is responsible for establishing and managing and terminating the communication session between two device or the system. So സെഷൻ ലെയർ ആണ് ഈ ഒരു ഇതിന്, അതായത് ഇത്തരത്തിലുള്ള 2 ഡിവൈസ് അല്ലെങ്കിൽ 2 സിസ്റ്റം തമ്മിലുള്ള സെഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഡയലോഗ് കൺട്രോൾ എന്ന് പറയുന്നത് വൺ ഓഫ് ദി പ്രൈമറി ഫംഗ്ഷൻ ആണ്. ഈ സെഷൻ ലെയറിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാലിറ്റിയാണ് ആക്ച്വലി ഡയലോഗ് കൺട്രോൾ എന്ന് പറയുന്നത്. And also ഈ ഡയലോഗ് കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് this will be determining which device can send or receive the data at a given time. ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഏത് ഡിവൈസിനാണ് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഏത് ഡിവൈസസ് ആണ് ഡാറ്റാസ് സെൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്? സെഷൻ ലെയറിനകത്ത് വരുന്നത്. സോ ഈ ഒരു സെഷൻ ലെയർ കഴിഞ്ഞാൽ again we will be having this session layer will be help. So the session layer will be help to manage the duplex or half duplex communication to ensure a smooth data transfer between the system. So ഒരു രണ്ട് സിസ്റ്റങ്ങൾ തമ്മിൽ എന്താണ് പറയുക, ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ വെദർ അത് ഡ്യൂപ്ലെക്സ് ആയിട്ടാണോ, ഫുൾ ഡ്യൂപ്ലെക്സ് ആണോ, ഹാഫ് ഡ്യൂപ്ലെക്സ് ആണോ, ഈ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം മാനേജ് ചെയ്യുന്ന ആരാണ്? സെഷൻ ലെയർ ആണ്. ആൻഡ് ഓൾസോ സെഷൻ ലെയറിന്റെ വൺ ഓഫ് ദി അനദർ ഫംഗ്ഷനാലിറ്റി ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് സിങ്ക്രണൈസേഷൻ. So the session layer is also provide synchronization by inserting that particular data stream into a data stream to recover from the communication failure. Communication failure എന്നുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് we have another one which is called as synchronization. Any additional information ആണ് സെഷൻ ലെയറിന്റെ മെയിൻ ഫങ്ഷൻസ് ആണ്. ആസ് ഐ ഓൾറെഡി told you, one is സെഷൻ മാനേജ്മെന്റ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ആൻഡ് ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട് സെഷന് ഫോർ ആൻ എഫിഷ്യൻറ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ഡിവൈസസ്. രണ്ടാമത്തെ കാര്യമാണ് ഡയലോഗ് കൺട്രോൾ. സോ ദ ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് സെഷൻ മാനേജ്മെന്റ്, ഡയലോഗ് കൺട്രോൾ ആൻഡ് സിങ്ക്രണൈസേഷൻ. സോ ദ ഡയലോഗ് കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ്? ഡയലോഗ് കൺട്രോൾ എന്ന് പറയുന്നത് ഡയലോഗിനെ, അതായത് 2 ഡിവൈസുകൾ തമ്മിലുള്ള ഡയലോഗിനെ മാനേജ് ചെയ്യാം. അവിടെ ഫുൾ ഡ്യൂപ്ലെക്സ് ആണോ, ഹാഫ് ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ ആണോ വേണ്ടത്, അതെല്ലാം അനലൈസ് ചെയ്യാം. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സിങ്ക്രണൈസേഷൻ, അവിടെ ഇറ്റ് വിൽ ബി ആഡിങ് എ സിങ്ക്രണൈസേഷൻ പോയിന്റ് ഡാറ്റ സ്ട്രീമിലോട്ട് കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് അവിടെ ഡാറ്റ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ എറേഴ്സിൽ നിന്നുള്ള റിക്കവറി എല്ലാം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദിസ് വിൽ ബി കംസ് അണ്ടർ സെഷൻ ലെയർ. സോ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഫംഗ്ഷനാലിറ്റീസ്. ഇനി സെഷൻ ലെയറിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രോട്ടോകോൾസ് ഉണ്ട്, കാരണം ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒന്ന് നെറ്റ് ബയോസ്, ഒന്ന് RPC, ഒന്ന് SQL. സോ ഇതെന്താ നമുക്ക് നോക്കാം. നെറ്റ് ബയോസ് എന്ന് പറയുന്ന ഈ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ ഓവർ എ LAN വഴിയാണ്. ലോക്കൽ ഏരിയ, യെസ്,
ഇത് ലാനിന് വേണ്ടിയിട്ടുള്ളതാണ്. RPC എന്ന് പറയുന്നത് റിമോട്ട് പ്രൊസീജിയർ കോൾ ആണ്. റിമോട്ട് പ്രൊസീജിയർ കോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് അലൗ ദ എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാം ഓൺ റിമോട്ട് സിസ്റ്റം. ഈ റിമോട്ട് സിസ്റ്റത്തിനകത്ത് ഉണ്ടാകുന്ന പ്രോഗ്രാം എക്സിക്യൂഷൻ അലോ ചെയ്യുക, അതാണ് RPC ചെയ്യുന്നത്. Another one is called as SQL. SQL എന്ന് പറയുന്നത് അത് യൂസ് ചെയ്തിരിക്കുന്നത് മാനേജ് ചെയ്യാൻ ആൻഡ് ക്വറിയിങ് ദ ഡാറ്റാബേസ്. SQL ഫുൾ ഫോം ആണ് സ്ട്രക്ചർഡ് ക്വറി ലാംഗ്വേജ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മാനേജിങ് ആൻഡ് ക്വറിയിങ് ദ ഡാറ്റാബേസസ്. ഇനി ഈ സെഷൻ ലെയറിന്റെ സിഗ്നിഫിക്കൻസസ് എന്തൊക്കെയാണെന്നാണ്. സോ സെഷൻ ലെയറിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഇറ്റ് എൻഷുവേഴ്സ് എ സീംലെസ് കമ്മ്യൂണിക്കേഷൻ ബൈ മാനേജിങ് ദ സെഷൻസ് എഫക്റ്റീവ്ലി. ഓരോ സെഷൻസും എഫക്റ്റീവ്ലി മാനേജ് ചെയ്യാൻ വേണ്ട ഒരു സീംലെസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ കൊടുക്കുന്നത്. അതാണ് വൺ സിഗ്നിഫിക്കൻറ്റ്. ആൻഡ് ഓൾസോ ഇത് എൻഹാൻസ് ചെയ്യുന്നുണ്ട് ദ റിലയബിലിറ്റി ബൈ പ്രൊവൈഡിങ് എ സിങ്ക്രണൈസേഷൻ ആൻഡ് എറർ റിക്കവറി മെക്കാനിസം. ആൻഡ് ഓൾസോ ഈ ഒരു സെഷൻ ലെയർ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് ഓവറോൾ എഫിഷ്യൻസി ഓഫ് ദി ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ ഡിവൈസസ് ഓർ ദി ആപ്ലിക്കേഷൻസ്. ഓക്കെ, ഇതും ഈ ഒരു സെഷൻ ലെയറിനകത്ത് വരുന്നതാണ്. ക്ലിയർ ആയോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. The given below are two statements, and again we will be coming into the type of question assertion and reasoning. Assertion ൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നോക്കുക, HDFS ഫോളോ ചെയ്യുന്നത് മാസ്റ്റർ സ്ലേവ് ആർക്കിടെക്ചർ ആണ്. അതാണ് assertion A. Assertion A പറയുന്നത് HDFS follows master slave architecture with name node and data. This is assertion. ആൻഡ് അതിന്റെ റീസൺ എന്ന് പറയുന്നത് നെയിം നോഡ് സ്റ്റോർ ചെയ്യുന്നത് മെറ്റാഡാറ്റയാണ്, വൈൽ ഡാറ്റ നോഡ് സ്റ്റോർ ചെയ്യുന്നത് ആക്ച്വൽ ഡാറ്റ ബ്ലോക്ക് ആണ്. അത് മറ്റൊരു കാര്യം. സോ വി ഹാവ് ആൻ അസേർഷൻ സ്റ്റേറ്റ്മെന്റ് ആൻഡ് വി ഹാവ് എ റീസൺ ഓൾസോ. സോ അസേർഷൻ HDFS ഫോളോ ചെയ്യുന്നത് മാസ്റ്റർ സ്ലേവ് ആണ് വിത്ത് നെയിം നോഡ് ആൻഡ് ഡാറ്റ നോഡ്. റീസൺ പറയുന്നത് നെയിം നോഡ് മെറ്റാഡാറ്റയും ഡാറ്റ നോഡ് ആക്ച്വൽ ഡാറ്റയാണ്. സോ നൗ അഗൈൻ we will be come back to the options. Options are, first one, both A and R is correct and R is the correct explanation of A. Second, both A and R are correct but R is not the correct explanation of A. Third, A is correct but R is incorrect. Fourth one, A is incorrect but R is correct. അങ്ങനെയെങ്കിൽ ഏതായിരിക്കാം നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഏതായിരിക്കാം? Yes, what can be the correct option? The correct option is option number 1, both A and R are correct. R is the correct explanation of A. So നിങ്ങൾ പറഞ്ഞേ എങ്ങനെയായിരിക്കും അത് വന്നത്? സി HDFS എന്ന് പറയുന്നത് ഹഡൂപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം ആണ്. ഇത് ഒരു മാസ്റ്റർ സ്ലേവ്, സി ഇതൊരു ഫയൽ സിസ്റ്റത്തിന്റെ വൺ ഓഫ് ദി ടൈപ്പ് ആണ് HDFS. സോ ഹഡൂപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം ഫോളോ ചെയ്യുന്നത് മാസ്റ്റർ സ്ലേവ് ആർക്കിടെക്ചർ ആണ്. സോ ഈ ഒരു HDFSൽ മാസ്റ്റർ എന്ന് പറയുന്നത് HDFS ഫോളോ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു മാസ്റ്റർ സ്ലേവ് ആണല്ലേ. സോ ഈ ഇതിൽ മാസ്റ്റർ എന്ന് പറയുന്ന മാസ്റ്റർ പോർഷൻ ഫോളോ ചെയ്യുന്നത് ആരാണ്? ആക്ച്വലി നെയിം നോഡാണ്. ഓക്കെ, സ്ലേവ് ചെയ്യുന്നത് ഏതാണ്? ഡാറ്റ നോഡാണ്. ഓക്കെ, സോ the name node will be managing the file system namespace and metadata. Name node ആ പേര് പോലെ തന്നെയാണ്. ഫയൽ സിസ്റ്റത്തിന്റെ നെയിം സ്പേസും മെറ്റാഡാറ്റയും ആണ് ആര് മാനേജ് ചെയ്യുന്നത്? മാസ്റ്റർ ആയിട്ടുള്ള നെയിം നോഡ് ചെയ്യുന്നത്. സ്ലേവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡാറ്റ നോഡിനെ മാനേജിങ് ആണ്. ഡാറ്റ നോഡിനെ മാനേജിങ് എന്ന് പറയുന്ന സമയത്ത് ദിസ് വിൽ ബി സ്റ്റോർ ദ ആക്ച്വൽ ഡാറ്റ ബ്ലോക്ക്. കറക്റ്റ് ഡാറ്റ ബ്ലോക്ക് ഏതാണോ അതാണ് സ്റ്റോർ ചെയ്യുന്നത്. And name node actually responsible ആയിരിക്കുന്നത് for keeping the track of the structure of the file system and the location of the data block. അതാണ് ആക്ച്വലി ആര് ചെയ്യുന്നത്? നെയിം നോഡ്. ഇനി ഡാറ്റ നോഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡാറ്റ നോഡ് പെർഫോം ചെയ്യുന്നത് ആക്ച്വൽ സ്റ്റോറേജ് ആൻഡ് ദ റിട്രീവൽ ഓഫ് ദി ബ്ലോക്ക് ബേസ്ഡ് ഓൺ ഇൻസ്ട്രക്ഷൻ ഫ്രം ദി നെയിം നോഡ്. സോ നെയിം നോഡ് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് ആ ഒരു ഫയൽ സിസ്റ്റത്തിന്റെ സ്ട്രക്ചറും പിന്നെ അതിന്റെ ട്രാക്ക് ആസ് വെൽ ആസ് ദി ലൊക്കേഷൻ ആണ്. ഡാറ്റ നോഡ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആക്ച്വൽ സ്റ്റോറേജും കൂടാതെ തന്നെ അതിന്റെ റിട്രീവലും ആണ്. റിട്രീവൽ ഓഫ് ദി ബ്ലോക്ക് ബേസ്ഡ് ഓൺ ദി എന്തായിരിക്കും? ഇൻസ്ട്രക്ഷൻ ഫ്രം ദി നെയിം നോഡ്. നെയിം നോഡിൽ നിന്നുണ്ടാവുന്ന ഇൻസ്ട്രക്ഷന്റെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് അഡീഷണൽ ഇൻഫോ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് HDFSന്റെ സ്ട്രക്ചർ ആർക്കിടെക്ചറിനെ ബേസ് ചെയ്തിട്ട്. സോ HDFS എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സ്റ്റോറേജ് ആണ്. അത് പ്രോസസ് ചെയ്യുന്നത് ലാർജ് സ്കെയിൽ ഡാറ്റയാണ്.
ഓക്കെ. അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് സിംഗിൾ നെയിം നോഡും ആൻഡ് മൾട്ടിപ്പിൾ ഡാറ്റ നോഡും. അതായത് ഒരു മാസ്റ്റർ ആയിരിക്കും, ഒരു മാസ്റ്ററും ആൻഡ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ലേവ്സും ഉണ്ടാവും. സോ നെയിം നോഡിൽ വരുന്നത് മെറ്റാഡാറ്റയാണ്, അതായത് ഫയലിന്റെ സ്ട്രക്ചർ, സർട്ടൻ പെർമിഷൻസ് എന്തൊക്കെയാണ്, ലൊക്കേഷൻസ് ഓഫ് ദി ഡാറ്റ ബ്ലോക്ക്, ഇതാണ് അതിൽ വരുന്നത്. ഡാറ്റ നോഡിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി സ്റ്റോർ ആൻഡ് മാനേജ് ദ ബ്ലോക്ക് ഓഫ് ഡാറ്റ. ബ്ലോക്ക് ഓഫ് ഡാറ്റനെ സ്റ്റോർ ചെയ്യാം, മാനേജ് ചെയ്യാം, ആൻഡ് ഓൾസോ അത് എൻഷുർ ചെയ്യുന്നുണ്ട് റിഡൻഡൻസി ആൻഡ് ഫോൾട്ട് ടോളറൻസ്. റിഡൻഡൻസി ആൻഡ് ഫോൾട്ട് ടോളറൻസ് അത് എന്ത് ചെയ്യുന്നുണ്ട്, എൻഷുർ ചെയ്യുന്നുണ്ട്. സോ ഇനി നമ്മൾ പറയുന്നത് മെറ്റാഡാറ്റയുടെ, അതായത് HDFSൽ വരുന്ന മെറ്റാഡാറ്റയുടെ റോളാണ്. സോ മെറ്റാഡാറ്റ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സ്ട്രക്ചർ ഓഫ് ദി ഫയൽ സിസ്റ്റം, നെയിംസ്, ഡയറക്ടറി, റോൾ ആൻഡ് ദി ഫയൽ മാനേജ്മെന്റ്. ആൻഡ് ഓൾസോ അത് സ്റ്റോർ ചെയ്തിരിക്കുന്ന മെറ്റാഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന നെയിം നോഡിലാണ്. അത് ക്രിട്ടിക്കലാണ് ഫോർ ദി ഓപ്പറേഷൻസ് ഓഫ് HDFS. ആൻഡ് ഓൾസോ അവിടെ ഒരു റെഗുലർ ബാക്കപ്പ് ഉണ്ട് മെറ്റാഡാറ്റയ്ക്ക്. അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ടു പ്രിവെന്റ് ദ ഡാറ്റ ലോസ്. ഡാറ്റ ലോസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മെറ്റാഡാറ്റയുടെ റെഗുലർ ബാക്കപ്പ് വെച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡാറ്റ ബ്ലോക്ക് മാനേജ്മെന്റ് ആണ്. സോ ഡാറ്റ ബ്ലോക്ക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ സെർട്ടൻ ഫയൽസ് ഉണ്ട് അല്ലേ. സോ HDFSലുള്ള ഈ ഒരു ഫയൽസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് ആയിട്ട്. സോ ടിപ്പിക്കലി അതിന് 128 MB ഓർ 256 MB ആയിട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ബ്ലോക്സ് റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അക്രോസ് ദി ഡാറ്റ നോഡ് ടു എൻഷുർ ദ ഫോൾട്ട് ടോളറൻസ് ആൻഡ് ഹൈ അവൈലബിലിറ്റി. ഇനി ഈ ഡാറ്റ ബ്ലോക്ക് മാനേജ്മെന്റ് ആക്ച്വലി എങ്ങനെയാണ്, അതാണ് നമ്മളോട് പറയുന്നത്. സോ ഈ ഒരു എന്താ പറയുക, HDFSലുള്ള ഫയൽസ് നമ്മൾ ബ്ലോക്ക് ആക്കി മാറ്റി അത് 128 MB ഓർ 256 MB ആയിട്ടായിരിക്കും. ഓരോ ബ്ലോക്കും റെപ്ലിക്കേറ്റ് ചെയ്ത് നമ്മൾ ഡാറ്റ നോഡ്സ് ഉണ്ട്. സോ ഈ ഡാറ്റ നോഡാണ് എന്ത് എൻഷുർ ചെയ്യുന്നത്, ഫോൾട്ട് ടോളറൻസ് ആൻഡ് ഹൈ അവൈലബിലിറ്റി എൻഷുർ ചെയ്യുന്നത് നമ്മുടെ ഡാറ്റ നോഡായിരിക്കും. ഓക്കെ, ഇത് ക്ലിയർ ആയോ, എങ്ങനെയാണ് അത് വരുന്നതെന്ന് മനസ്സിലായോ? സോ ദ ഡിഫോൾട്ട് റെപ്ലിക്കേഷൻ ഫാക്ടർ, അതായത് HDFSലുള്ള ഡിഫോൾട്ട് ആയിട്ടുള്ള റെപ്ലിക്കേഷൻ ഫാക്ടർ ആണ് ആക്ച്വലി 3. ദാറ്റ് മീനിങ് ഈച്ച് ബ്ലോക്ക് ആർ സ്റ്റോർഡ് ഇൻ 3 ഡിഫറെന്റ്, അതായത് ഓരോ ബ്ലോക്കും സ്റ്റോർ ചെയ്തിരിക്കുന്ന എന്താണ് 3 ഡിഫറെന്റ് ആയിട്ടുള്ള ഡാറ്റ നോഡ്സിലായിരിക്കും. അതാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ദ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഒന്ന് സ്കെയിലബിലിറ്റി, ഫോൾട്ട് ടോളറൻസ്, ഹൈ ത്രൂപുട്ട് ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്. സോ വി വിൽ മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി നമ്മുടെ മാരത്തോൺ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്, ഈ ഒരു ടൈപ്പ്. സോ ക്വസ്റ്റ്യൻ നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ if the universe of discourse for all the variables consisting of all integers. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ, അതായത് ഇഫ് ദ യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് വരുന്നത് എല്ലാ വേരിയബിളിലും will be consisting of എല്ലാ സ്റ്റേറ്റ്മെന്റിലും ട്രൂ ആവുന്നത് എപ്പോഴാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു സിനാരിയോയില് നമ്മൾ ചെയ്യേണ്ട എന്താണ്, എന്നിനും എമ്മിനും പോസിബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ട്രൈ ചെയ്യാം. ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക, then it is correct. So question ഇതാണ്, ഫസ്റ്റ് വൺ, ഫോർ ഓൾ n സം ഓഫ് n സ്ക്വയർ ലെസ് ദാൻ m. രണ്ടാമത്തത് സം ഓഫ് m n plus m is equal to 4, intersection n minus m is equal to 2. മൂന്നാമത്തത് സം ഓഫ് n സ്ക്വയർ പ്ലസ് m സ്ക്വയർ is equal to 5. 4, സം ഓഫ് m for all n m plus n is equal to 0. ഫിഫ്ത്ത്, സം ഓഫ് for all m സം ഓഫ് m plus n is equal to 0. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ്. ഒബിയസ്ലി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്, കറക്റ്റ് ആയിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ്. യെസ്, വി വിൽ മൂവ് ഓൺ ടു അവർ ഓപ്ഷൻ. ദ ഫസ്റ്റ് വൺ ABC ഓൺലി, സെക്കൻഡ് ABCD, തേർഡ് ABCE ആൻഡ് ദ ഫോർത്ത് വൺ BCED. സോ ഏതായിരിക്കാം നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്, പറയൂ. യെസ്, ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ നമ്പർ 3, ABCE ഓൺലി. അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ എങ്ങനെയാ വന്നത് നമുക്ക് നോക്കാം. ഓരോ സ്റ്റേറ്റ്മെന്റിലും നമ്മൾ വാല്യൂസ് കൊണ്ടുപോയിട്ട് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് നിങ്ങൾ നോക്കുക, സ്റ്റേറ്റ്മെന്റ് എ പറഞ്ഞത് ഇറ്റ് ഈസ് ട്രൂ. വൈ? ബിക്കോസ് ഏത് ഇന്റിജർ നമ്മൾ എടുത്താലും n സ്ക്വയർ ലെസ് ദാൻ m ആണ്. സപ്പോസ് നിങ്ങൾ നോക്കുക, ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് ഇത് എ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിൽ സപ്പോസ് ഞാൻ n-ന് 2 കൊടുത്തു വിചാരിക്കും, അപ്പൊ n സ്ക്വയർ എത്രയായി, 4 ആയോ? സോ n സ്ക്വയർ വിൽ ബി 4. സോ നിങ്ങൾ നോക്കുക,
4 സപ്പോസ് m ക്യാൻ ബി n2 ഉം m 5 ആണെങ്കിൽ n സ്ക്വയർ എന്ന് പറയുന്നത് 4 വിൽ ബി ലെസ് ദാൻ 5. കറക്റ്റ് അല്ലേ? സോ ഏതൊരു വാല്യൂ നമ്മൾ n നും m നും എടുത്താലും ആ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ട് വാല്യൂ ആഡ് ചെയ്താൽ 4ഉം രണ്ട് വാല്യൂ മൈനസ് ചെയ്താൽ 2ഉം കിട്ടണം. സോ നിങ്ങൾ നോക്കാം, n പ്ലസ് m ഈക്വൽ ടു 4 ആണ്, n മൈനസ് m ഇസ് ഈക്വൽ ടു 1 ആണ്. സപ്പോസ് നിങ്ങൾ അസ്യൂം ചെയ്യാൻ ഞാൻ 3യും 1ഉം എടുത്തെന്ന് 3യും 1ഉം എടുത്തെന്ന് കരുതുക. അതായത് 3യും 1ഉം ആഡ് ചെയ്താൽ എനിക്ക് കിട്ടുന്നത് എന്താണ്? 4 ആണ്. ആണല്ലോ? 2 ആണ്. 3യും 1ഉം മൈനസ് ചെയ്താൽ കിട്ടുന്നത് എന്താണ്? 2 ആണ്. അതായത് രണ്ട് വാല്യൂ ആഡ് ചെയ്താൽ കിട്ടുന്നത് 4ഉം രണ്ട് വാല്യൂ മൈനസ് ചെയ്താൽ കിട്ടുന്നത് 2ഉം. അങ്ങനെയെങ്കിൽ n ക്യാൻ ബി 2, m ക്യാൻ ബി 3. അതുകൊണ്ടാണ് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയത്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കുക. സി സ്റ്റേറ്റ്മെന്റ് പറയുന്നത് n സ്ക്വയർ പ്ലസ് m സ്ക്വയർ 5 ആണെങ്കിൽ n ഉം m ഉം എന്തായിരിക്കണം? n ക്യാൻ ബി 1 ഓർ m ക്യാൻ ബി 2 ഓർ 2 1 എങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. അതായത് ഇവിടെ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഇനി അടുത്തത് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് രണ്ട് നമ്പർ അതായത് m ഉം n ഉം ആഡ് ചെയ്താൽ 0 ആയിരിക്കും. സി എവറി ഇൻഡിജർ m നമ്മൾ എടുത്താൽ അവിടെ എന്തുണ്ടാവും? ഒരു n എന്ന് പറയുന്ന ഒരു ഇൻഡിജർ ഉണ്ടാവും. അങ്ങനെയെങ്കിൽ m ഉം n ഉം ആഡ് ചെയ്താൽ we will be getting 0. സോ m n ഉം ആഡ് ചെയ്താൽ 0 ആണെങ്കിൽ നിങ്ങൾ നോക്കുക, n എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? മൈനസ് m ആണ്. ഈ രണ്ട് കാര്യം നമുക്ക് കിട്ടുമോ? സോ അഗെയിൻ ദിസ് ഓൾസോ വിൽ ബി ട്രൂ. സോ അങ്ങനെയാണ് ഈ ഒരു 4. അപ്പൊ എപ്പോഴും ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് തരുന്ന സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് n നും m നും വാല്യൂ ഇട്ട് കൊടുക്കുക. ഓക്കെ. സോ ഇനി സ്റ്റേറ്റ്മെന്റ് ഡി പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ആക്ച്വലി ദിസ് വിൽ ബി ഫോൾസ്. വൈ? ബിക്കോസ് m പ്ലസ് n is equal to 0. m plus n is equal to 0. It is not possible as m plus n is equal to 0 and that cannot hold all the values for the integers n. So a, b, c, e are correct. So m plus n ഏത് രണ്ട് വാല്യൂ എടുത്താലും അത് ആഡ് ചെയ്ത 0 ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം അത് ഇന്റിജേഴ്സ് ആണ്. അതായത് എല്ലാ n എന്ന് പറയുന്ന ഇന്റിജേഴ്സിനും ആ ഒരു ക്രൈറ്റീരിയ എന്തായിരിക്കില്ല? സാറ്റിസ്ഫൈബിൾ ആയിരിക്കില്ല. സോ ദാറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഡി ഈസ് ആക്ച്വലി ഫാൾസ്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്തതിലോട്ട് പോവാം. യെസ്, ഹിയർ ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 ഉണ്ട്. ലിസ്റ്റ് 1 തന്നിരിക്കുന്നത് എക്സ്പേർട്ട് സിസ്റ്റം, NLP, കമ്പ്യൂട്ടർ വിഷൻ ആൻഡ് ML. ലിസ്റ്റ് 2 തന്നിരിക്കുന്നത് മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സ്, ടെക്സ്റ്റ് സമ്മറൈസേഷൻ, ഇമേജ് ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രിഡിക്റ്റീവ് അനാലിസിസ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ നിങ്ങൾ നോക്കുക എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന്. യെസ്, we will move on to our option. ഇത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അറ്റ്ലീസ്റ്റ് ലിസ്റ്റ് 1 2-3 കിട്ടിയാലും നമുക്ക് ഓപ്ഷൻ നിന്ന് മേ ബി യു കാൻ ഏബിൾ ടു ഫൈൻഡ് ഔട്ട്. So the option 1, A1, B2, C3 and D5, D4. Second option A2, B1, C3 and D4. Third option A2, B3, C1 and D4. And the fourth option A3, B2, C1 and D4. So ഇവിടെ നിന്ന് നിങ്ങൾക്ക് അറിയാം D യുടെ വാല്യൂ ആക്ച്വലി 4 ആണ്. So what can be the next? So നിങ്ങൾ നോക്കുക. Yes, the correct answer is option number 1. സോ ഈ ആൻസർ ആണ് കറക്റ്റ് ആണ്. ഇപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് വരുന്നതെന്ന്. സി, എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറയുന്ന സമയത്ത് അവിടെ മോസ്റ്റ്ലി എന്താണ്? ഡിസിഷൻ മേക്കിംഗ് ആണ് അല്ലെ. സോ നിങ്ങൾ നോക്കുക, നമ്മുടെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന ടേംസ് 1 എക്സ്പേർട്ട് സിസ്റ്റം, 2 NLP ആൻഡ് 3 കമ്പ്യൂട്ടർ വിഷൻ. സോ ഈ എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് AI ബേസ്ഡ് സിസ്റ്റം ആണ്. അത് യൂസ് ചെയ്തിരിക്കുന്നത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടാസ്ക് ഉണ്ട്. അപ്പൊ എക്സ്പേർട്ട് സിസ്റ്റം നമുക്ക് മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സിന്, കാരണം ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പേർട്ട് സിസ്റ്റംസ് ഉണ്ട് മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സിൽ യൂസ് ചെയ്യുന്ന ആൻഡ് ഹെൽത്ത് കെയറിൽ യൂസ് ചെയ്യുന്ന. സോ എക്സ്പേർട്ട് സിസ്റ്റം ഇസ് എൻ ഹെൽത്ത് കെയർ AI സിസ്റ്റം. അത് സെർട്ടൻ ടാസ്ക് ചെയ്യുന്നുണ്ട്, സച്ച് ആസ് മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സ്, ആൻഡ് ഓൾസോ അത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇൻ ദ കേസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. സോ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഓൾസോ ഹൗ ദേ ആർ ഡൂയിങ്. സോ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബൈ അനലൈസിങ് ദ ഡാറ്റ ആൻഡ് പ്രൊവൈഡിങ് ദ ഇൻസൈറ്റ്സ്. സോ ഡാറ്റ അനലൈസ് ചെയ്യുന്നതും ഇൻസൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതും വഴിയാണ് ഈ ഒരു എക്സ്പേർട്ട് സിസ്റ്റം ഈ ഒരു ഫംഗ്ഷനാലിറ്റി ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യമാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഏയുടെ ഒരു ഫീൽഡാണ്. അത് ഫോക്കസ് ചെയ്യുന്നത് ദാറ്റ് വിൽ ബി ഫോക്കസ്ഡ് ഓൺ എനേബിളിംഗ് ദ
this will be focused on enabling the computer. Okay, so NLP വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, like we can able. സോ NLP എന്ന് പറയുന്നത് AI ഒരു ഫീൽഡാണ്. അത് ലൈക്ക് വി ക്യാൻ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്, അതായത് ഒരു ഹ്യൂമൻ എങ്ങനെയാണ് ലാംഗ്വേജസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, ലാംഗ്വേജസിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. സോ NLPയിൽ തന്നെ ലാംഗ്വേജ് ജനറേഷൻ ഉണ്ട്, ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. സോ ദിസ് വിൽ ബി ഫോക്കസ്ഡ് ഓൺ എനേബിളിംഗ് ദ കമ്പ്യൂട്ടേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ്, ഇന്റർപ്രറ്റ് ആൻഡ് ജനറേറ്റ് ദ ഹ്യൂമൻ ലാംഗ്വേജ് എങ്ങനെ ജനറേറ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ കോമൺ ആപ്ലിക്കേഷൻ, അതായത് ഈ ഒരു NLPയിൽ വരുന്ന കോമൺ ആപ്ലിക്കേഷൻ ആണ് ഒന്ന് ടെക്സ്റ്റ് സമ്മറൈസേഷൻ. ഓക്കെ, ടെക്സ്റ്റ് സമ്മറൈസേഷൻ എന്നുള്ള നമ്മുടെ കയ്യിൽ ഒരു എൻ്റയർ ഡിജിറ്റൽ ഡോക്യുമെന്റ് ഉണ്ട്. ആ PDF നിന്ന് മൊത്തം നമുക്ക് വായിക്കാനുള്ള സപ്പോസ് സമയമില്ല കരുതുക, നമുക്കത് വായിക്കാൻ ടൈമില്ല കരുതുക. സോ ആ ഒരു സമയത്ത് എന്താണ് അതിൻ്റെ ഉള്ളടക്കം, ലൈക്ക് വാട്ട് ഈസ് ദ സമ്മറി ഓഫ് ദറ്റ് പെർട്ടിക്കുലർ ഡോക്യുമെന്റ്, അതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് NLP ടാസ്കുകൾ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മറ്റൊന്നാണ് കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറയുന്ന സമയത്ത് ദിസ് ഓൾസോ എ ഫീൽഡ് ഓഫ് AI. അത് ഡീൽ ചെയ്യുന്നത് എനേബിളിംഗ് ദ മെഷീൻ ടു ഇന്റർപ്രറ്റ് ആൻഡ് മേക്ക് ഡിസിഷൻ ബേസ്ഡ് ഓൺ ദി വിഷ്വൽ ഡാറ്റ. സോ കമ്പ്യൂട്ടർ വിഷന്റെ വളരെ മേജർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത്. ക്ലാസിഫിക്കേഷൻ വർത്തി ഇമേജസ്. സോ കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറയുമ്പോൾ അവിടെ കൂടുതലും യൂസ് ചെയ്യുന്നത് എന്താണ്, ഇമേജസിന്റെ ബേസ് ചെയ്തിട്ടാണ്. ഇനി മറ്റൊന്നാണ് മെഷീൻ ലേണിംഗ്. നിങ്ങൾക്ക് അറിയാലോ, അവിടെ നമ്മുടെ കയ്യിൽ certain algorithms ഉണ്ട്. സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ്, ഇതെല്ലാം എന്താണ് മെഷീൻ ലേണിംഗിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. സോ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ് എന്ത് ചെയ്യുന്നുണ്ട്, അത് എനേബിൾ ചെയ്യുന്നുണ്ട് നമ്മുടെ സിസ്റ്റത്തിന് ടു ലേൺ ദ പാറ്റേൺ ആൻഡ് മേക്ക് ദ പ്രഡിക്ഷൻസ്. ആ പാറ്റേൺ അല്ലെങ്കിൽ ആ ഡാറ്റ പാറ്റേൺസ് മനസ്സിലാക്കിക്കൊണ്ട് പ്രഡിക്ഷൻസ് ചെയ്യുക, അതാണ് നമ്മൾ മെഷീൻ ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരു കീ ആപ്ലിക്കേഷൻ ആണ് ഏത്, പ്രെഡിക്റ്റീവ് അനാലിസിസ്. അത് ഫോർകാസ്റ്റ് ചെയ്യുന്നത് ദ ഔട്ട്കം ബേസ്ഡ് ഓൺ ദി ഹിസ്റ്റോറിക്കൽ ഡാറ്റയുടെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ഔട്ട്കം വരുന്നത്. ഇനി വരുന്നതാണ് എന്ത്, ആപ്ലിക്കേഷൻസ് ഓഫ് ഈ ഒരു എക്സ്പേർട്ട് സിസ്റ്റത്തിന്റെ സെർട്ടൻ ആപ്ലിക്കേഷൻസ് ആണ്. ഒരു അഡീഷണൽ നോട്ടാണ് നോട്ട് ചെയ്യുക. സോ ഈ ഒരു എക്സ്പേർട്ട് സിസ്റ്റം ഡൊമൈൻസ് വരുന്നത് ഹെൽത്ത് കെയർ, എഞ്ചിനീയറിംഗ്, ഫിനാൻസ്, ഫോർ സ്പെഷ്യലൈസ്ഡ് പ്രോബ്ലം സോൾവിംഗ്. ആൻഡ് ഓൾസോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ പേരുകൾ, അതായത് എക്സ്പേർട്ട് സിസ്റ്റത്തിന്റെ മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സിൽ വരുന്നതാണ് ഒന്ന് മൈസിൻ, ആൻഡ് കെമിക്കൽ അനാലിസിസിൽ വരുന്നതാണ് ഡെൻഡ്രൺ. ആൻഡ് ലൈക്ക് ടെക്സ്റ്റ് സമ്മറൈസേഷൻ, NLPയുടെ application ആണ് ടെക്സ്റ്റ് സമ്മറൈസേഷൻ, which is used for extracting the meaningful information from the large text. ആൻഡ് ഓൾസോ ചാറ്റ് ബോട്ട്സ് ഉണ്ട്, അതും NLPയുടെ ടാസ്ക് ആണ്. അത് കസ്റ്റമർ സർവീസസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് വെർച്വൽ അസിസ്റ്റൻസ് ലൈക്ക് സിറി ആൻഡ് അലക്സ. ഇനി കമ്പ്യൂട്ടർ വിഷൻ, ആസ് ഐ ഓൾറെഡി ടോൾഡ് യു, ഇമേജസ് ആണ്. അവിടെ ഇമേജ് ക്ലാസിഫിക്കേഷൻ ഫോർ കാറ്റഗറൈസിങ് ദ ഫോട്ടോസ് ഇൻ സോഷ്യൽ മീഡിയ, മെഡിക്കൽ ഇമേജ്. പിന്നെ വരുന്നത് ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ ആണ്. ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ സെക്യൂരിറ്റി, ഒതന്റിക്കേഷൻ ഓഫ് ദി സിസ്റ്റത്തിനാണ് യൂസ് ചെയ്യുന്നത്. ഇനി MLന്റെ ആപ്ലിക്കേഷൻ ആണ്. മെഷീൻ ലേണിംഗിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ഫോർകാസ്റ്റിംഗ് ദ ട്രെൻഡ്സ് ഇൻ ബിസിനസ്, ഫിനാൻസ് ആൻഡ് വെതർ. പിന്നെ വരുന്നത് റെക്കമെൻഡേഷൻ സിസ്റ്റംസ് ആണ് ഫോർ ഇ-കൊമേഴ്സ് ആൻഡ് എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോംസ്. ഇതും MLൽ വരുന്നതാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? സോ ക്വസ്റ്റ്യൻ നോക്കുക, മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1ൽ തന്നിരിക്കുന്നത് സിസ്റ്റം കോള്, പ്രിയംഷൻ, റിയൽ ടൈം ആപ്ലിക്കേഷൻസ് ആൻഡ് റിമോട്ട് പ്രൊസീജിയർ കോൾ RPC. ആൻഡ് ലിസ്റ്റ് 2ൽ തന്നിരിക്കുന്നത് എ പ്രോസസ് റിക്വസ്റ്റ് എ ഫംഗ്ഷൻ ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ എ ഡിഫറെന്റ് കമ്പ്യൂട്ടർ സിസ്റ്റം. രണ്ടാമത്തത് എ റിക്വസ്റ്റ് ദാറ്റ് എ പ്രോഗ്രാം മേക്ക് ടു ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 3 the enforced delocation of the CPU from a process. 4 a program that responds to activities in an external within the maximum time determined by the external systems. So ഇതാണ് നമ്മുടെ രണ്ട് ലിസ്റ്റിൽ തന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ കറക്റ്റ് മാച്ചിങ് ഏതാണെന്നാണ് നോക്കേണ്ടത്. So we will move on to the options. The options are first one A1, B2, C3 and D4. Second option A2, B4, C4 and D1. Third A4, B3, C2 and D1. And the fourth option A2, B3, C1 and D4. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് മാച്ചിങ്ങിൽ വരുന്നത്? അറ്റ്ലീസ്റ്റ് അത് നിങ്ങൾക്ക് 2-3 ഉണ്ടെങ്കിൽ അറിയെങ്കിൽ നേരെ ഓപ്ഷനിലോട്ട് നോക്കിയാൽ മതി. മെജോറിറ്റി ആ ഒരു ഓപ്ഷൻ ഒരു സിംഗിൾ ഓപ്ഷൻ തന്നെയായിരിക്കും, ഡൗട്ട്ഫുൾ ആയിട്ട് ഉണ്ടാവില്ല. സോ യുവർ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ നമ്പർ 2 A2, B3, C4 and D1. എങ്ങനെയാ അത് വന്നേ നമുക്ക് നോക്കാം.
നിങ്ങൾ നോക്കാം, ഫസ്റ്റത്തത് ഒരു സിസ്റ്റം കോൾ ആണ്. സോ സിസ്റ്റം കോൾ എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്താണ്. സോ സിസ്റ്റം കോൾ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റ് ആണ് that was being made by a program to the operating system. So ഒരു പ്രോഗ്രാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കൊടുക്കുന്ന ഒരു റിക്വസ്റ്റ് ആണ് ആക്ച്വലി എന്ത് സിസ്റ്റം കോൾ എന്ന് പറയുന്നത്. സോ ദാറ്റ് സിസ്റ്റം കോൾ ഓർ ദാറ്റ് റിക്വസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ പെർഫോമിങ് സെർട്ടൻ ഫംഗ്ഷൻ. എന്തെങ്കിലും ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ പെർഫോം ചെയ്യാനാണ് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നത്. സോ ഈ ഒരു പ്രോസസ്സിൻ്റെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെയും ഇടയിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യമാണ് പ്രിയംഷൻ. പ്രിയംഷൻ എന്ന് പറയുന്നത് ദിസ് ഈസ് ആക്ട് ഓഫ് ഫോഴ്സിബിളി ടേക്കിംഗ് ദ CPU എവേ ഫ്രം എ പ്രോസസ്. സോ ഒരു പ്രോസസ്സിൽ നിന്നും ഈ CPU-നെ എവേ ചെയ്യുന്നത്, അതായത് ഫോഴ്സ് ചെയ്തുകൊണ്ട് ആ ഒരു ഇതിൽ നിന്നുള്ള കണക്ഷൻസ് ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രിയംഷൻ എന്ന് പറയുന്നത്. സോ ടിപ്പിക്കലി അത് അലൗ ചെയ്യുന്നുണ്ട് അനദർ പ്രോസസ് ടു എക്സിക്യൂട്ട് ensuring the fair CPU time allocations. സോ ഈ ഒരു അതായത് ഒരു പ്രോസസ്സ് മറ്റൊരു പ്രോസസ്സ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് CPU ടൈം അലോക്കേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ അലോ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തേതാണ് ഇത് റിയൽ ടൈം ആപ്ലിക്കേഷൻസ്. സോ റിയൽ ടൈം ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെസ്പോൺസ് ദ ഇവന്റ് ഓർ ദി ഇൻപുട്ട് വിത്തിൻ എ ഫിക്സഡ് time frame, ensuring the timely system behavior. So real time application എന്ന് പറയുമ്പോൾ റിയൽ ടൈം ഡാറ്റ വെച്ചിട്ടായിരിക്കും അത് ചെയ്യുന്നത്. ആ ടൈംലി, അതായത് റിയൽ ടൈമിൽ എങ്ങനെയാണ് ആ ഒരു സിസ്റ്റം ബിഹേവ് ചെയ്യുന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അവിടെ കിട്ടും. ഇനി വരുന്നത് RPC ആണ്. RPCയുടെ ഫുൾ നെയിം ആണ് റിമോട്ട് പ്രൊസീജിയർ കോൾ. ആക്ച്വലി ഈ ഒരു RPC ചെയ്യുന്നത് ഇറ്റ് വിൽ ബി അലൗ ദ പ്രോസസ്സസ് ടു എക്സിക്യൂട്ട് എ സബ് റൂട്ടീൻ ഇൻ അനദർ കമ്പ്യൂട്ടർ സിസ്റ്റം ഓവർ എ നെറ്റ്വർക്ക്. സോ ഒരു നെറ്റ്വർക്കിന്റെ ബേസ് ചെയ്തിട്ട് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടാവും ആൻഡ് വി ഹാവ് അനദർ കമ്പ്യൂട്ടർ സിസ്റ്റം. സോ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഈ ഒരു നെറ്റ്വർക്കിൽ തന്നെ വി ക്യാൻ ഏബിൾ ടു വർക്ക് ഓൺ അനദർ കമ്പ്യൂട്ടർ സിസ്റ്റം. അതിനെയാണ് നമ്മൾ വരുന്നത് റിമോട്ട് കോൾ എന്ന് പറയുന്നത്, ബേസ്ഡ് ഓൺ ദി appearing as seamless to the users. So ഇനി ഇവിടെ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് സിസ്റ്റം കോൾ? സോ സിസ്റ്റം കോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ദാറ്റ് വിൽ ബി ഇൻക്ലൂഡിംഗ് ദ പ്രോസസ് മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ് ആൻഡ് ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ഓൾസോ അത് കൺട്രോൾ ചെയ്യുന്നത് എവറി എൻട്രി പോയിന്റ് ടു ദി കേർണൽ മോഡ് ഓപ്പറേഷൻസ് ആണ്. ഇനി മറ്റൊരു നെയിം ആയിരുന്നു പ്രിയംഷൻ. പ്രിയംഷൻ ആക്ച്വലി മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് വരുന്നത്. ഇറ്റ് വിൽ ബി എൻഷുറിങ് ദ റെസ്പോൺസീവ്നെസ് എൻഷുർ ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ അത് യൂസ് ചെയ്തിരിക്കുന്നത് പ്രയോറിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സ്കെഡ്യൂളിംഗ് അൽഗോരിതത്തിലാണ്. ഇനി മറ്റൊന്നാണ് റിയൽ ടൈം ആപ്ലിക്കേഷൻ. റിയൽ ടൈം ആപ്ലിക്കേഷൻസിൽ വരുന്നതാണ് ഒന്ന് റോബോട്ടിക്സ് വരുന്നുണ്ട്, മെഡിക്കൽ മോണിറ്ററിംഗ് വരുന്നുണ്ട്, ദെൻ ഇൻഡസ്ട്രി ഓട്ടോമേഷൻ വരുന്നുണ്ട്, ആൻഡ് ഓൾസോ ഹാർഡ് റിയൽ ടൈം ആൻഡ് സോഫ്റ്റ് റിയൽ ടൈം. സോ രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് അതിനെ തരംതിരിക്കാം. ഒന്ന് ഹാർഡ് റിയൽ ടൈം, അതായത് സ്ട്രിക്റ്റ് ഡെഡ് ലൈൻസ് ഉള്ളതിനെയാണ് ഹാർഡ് റിയൽ ടൈം എന്ന് പറയുന്നത്. സോഫ്റ്റ് റിയൽ ടൈം എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഡെഡ് ലൈൻസ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഓൾസോ കമ്മിങ് അണ്ടർ റിയൽ ടൈം ആപ്ലിക്കേഷൻസ്. ഓക്കെ, ഇനി വരുന്നത് സോ റിമോട്ട് പ്രൊസീജിയർ കോൾ എന്ന് പറയുന്നത് അത് യൂസ് ചെയ്തിരിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലാണ് ടു എനേബിൾ ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പ്രോസസ്സസ് ഓൺ ഡിഫറെൻറ്റ് മെഷീൻസ്. ആൻഡ് ഓൾസോ ഇവിടെ സെർട്ടൻ ഫ്രെയിം വർക്ക്സ് ഉണ്ട്. അതാണ് gRPC ആൻഡ് Java RMI എന്ന് പറയുന്നത് RPCയുടെ സെർട്ടൻ എന്താണ് ഇംപ്ലിമെന്റേഷൻസിൽ വരുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. അഗെയിൻ മാച്ച് ദ ഫോളോയിങ് ആണ്. നമ്മുടെ കയ്യിൽ ലിസ്റ്റ് 1 ഉണ്ട്, ലിസ്റ്റ് 2 ഉണ്ട്. ലിസ്റ്റ് 1 തന്നിരിക്കുന്നത് ഷോർട്ട് ടേം സ്കെഡ്യൂളർ ആണ്, മീഡിയം ടേം സ്കെഡ്യൂളർ ആൻഡ് ലോങ് ടേം സ്കെഡ്യൂളർ. ഷോർട്ട് ടേം സ്കെഡ്യൂളർ വരുന്നത് ലിസ്റ്റ് 2 വരുന്നത് ഡിറ്റർമൈൻ വിച്ച് പ്രോസസ്സസ് ആർ ആഡഡ് ടു ദ സിസ്റ്റം ഫോർ ദി എക്സിക്യൂഷൻ ലെവൽ, പ്ലേസ് ദം ഇൻ റെഡി ക്യൂ. സെക്കൻഡ്, സെലക്ട് വിച്ച് പ്രോസസ് ഷുഡ് ബി എക്സിക്യൂട്ടഡ് നെക്സ്റ്റ് ആൻഡ് അലോക്കേറ്റ് CPU ടൈം. Third, manage the degree of multiprogramming by swapping the processes between the main memory and disk storage. അങ്ങനെ 3 എണ്ണമായിട്ടുണ്ട്. സോ ഇതിൽ ഏതിൻ്റെ എക്സാമ്പിൾ ആണ് അല്ലെങ്കിൽ ഏതിൻ്റെ എക്സ്പ്ലനേഷൻ ആണെന്നാണ് പറയേണ്ടത്. സോ വി വിൽ മൂവ് ഓൺ ടു ദി ഓപ്ഷൻ. ആൻഡ് ഓൾസോ ലാസ്റ്റ് വൺ ഇസ് ദറ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്കെഡ്യൂളർ. ഇൻപുട്ട് ഔട്ട്പുട്ട് സ്കെഡ്യൂളർ വരുന്നത് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓർഡർ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് റിക്വസ്റ്റ് ഫ്രം ദി പ്രോസസിംഗ് വെയിറ്റ് ഫോർ ദി ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2. സോ ദ ഓപ്ഷൻസ് ആർ ഫസ്റ്റ് വൺ
A1, B4, C2 and D3. Second, A2, A3, B2, C1 and D4. Third, A2, B3, C1 and D4. And the last one, A1, B2, C3 and D4. So ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഏതായിരിക്കും പറയൂ, what can be the correct option? The correct option is option number 3, A2, B3, C1 and D4. Right? So നമുക്ക് നോക്കാം ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷൻ. സോ ഷോർട്ട് ടേം സ്കെഡ്യൂളർ ആക്ച്വലി സെലക്ട് ചെയ്യുന്നത് എന്തായിരിക്കും? സെലക്ട് വിച്ച് പ്രോസസ് ഷുഡ് ബി എക്സിക്യൂട്ടഡ് നെക്സ്റ്റ്. അതായത് ഏത് പ്രോസസ്സാണ് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നതാണ് ആര് പറയുന്നത്? ഷോർട്ട് ടേം സ്കെഡ്യൂളർ പറയുന്നത്. ആൻഡ് അലോക്കേറ്റ് ദ സി പി യു ടൈം. എന്നിട്ട് സി പി യു ടൈം അലോക്കേറ്റ് ചെയ്യാം. സോ ഷോർട്ട് ടേം സ്കെഡ്യൂളർ പറയുന്നത് വിച്ച് പ്രോസസ് നീഡ് ടു ബി എക്സിക്യൂട്ടഡ് നെക്സ്റ്റ് ആൻഡ് അലോക്കേറ്റിംഗ് ദ സി പി യു ടൈം. രണ്ടാമത്തെ കാര്യം, മീഡിയം ടേം സ്കെഡ്യൂളർ പറയുന്നത് അത് മാനേജ് ചെയ്യുന്നുണ്ട് ദ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് ബൈ സ്വാപ്പിംഗ് ദ പ്രോസസ്സസ് ബിറ്റ്വീൻ ദ മെയിൻ മെമ്മറി ആൻഡ് ഡിസ്ക് സ്റ്റോറേജ്. സോ മീഡിയം ടേം സ്കെഡ്യൂളർ ചെയ്യുന്നത് എന്താണ്? മീഡിയം ടേം സ്കെഡ്യൂളർ മാനേജ് ചെയ്യുന്നുണ്ട് ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ്. ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് മാനേജ് ചെയ്യുന്നുണ്ട് മീഡിയം ടേം സ്കെഡ്യൂളർ. ആൻഡ് ഓൾസോ അത് എങ്ങനെയാണ് ആക്ച്വലി ചെയ്യുന്നത്? മെയിൻ മെമ്മറിയുടെയും ഡിസ്ക് സ്റ്റോറേജിൻ്റെയും ഇടയിൽ എന്താ ചെയ്യുന്നത്? അത് ആക്ച്വലി ദാറ്റ് വിൽ ബി ഗോയിങ് ടു ഡു സ്വാപ്പിംഗ്. ഇനി മറ്റൊരു ഷെഡ്യൂളറാണ് ലോങ് ടേം ഷെഡ്യൂളർ. ലോങ് ടേം ഷെഡ്യൂളർ ഡിറ്റർമൈൻ ചെയ്യുന്നത് വിച്ച് പ്രോസസ്സസ് ആർ ആഡഡ് ടു ദി സിസ്റ്റം ഫോർ ദി എക്സിക്യൂഷൻ ആൻഡ് പ്ലേസ് ദം ഇൻ ദി റെഡി ക്യൂ. സോ ഏത് പ്രോസസ്സാണ് അടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഏതാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതാണ് എന്തിലോട്ട് പോകുന്നത്? റെഡി ക്യൂലോട്ട് പോകുന്നത്. സോ ഒരു എന്താ പറയുക, ഓരോ പ്രോസസ്സിൻ്റെയും ആ പ്രോസസ്സിൻ്റെ കൺട്രോൾ ബ്ലോക്ക്, അതിൻ്റെ ആ ഒരു ഡയഗ്രാം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം എങ്ങനെയാണ് വരുന്നത്. ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലോട്ട് പോകുമ്പോഴാണ് ഈ ഒരു സ്കെഡ്യൂളേഴ്സിൻ്റെ യൂസ്. ആൻഡ് ഓൾസോ നമ്മൾ ലാസ്റ്റ് കണ്ട ഇൻപുട്ട് ഔട്ട്പുട്ട് സ്കെഡ്യൂളർ ഡയറക്ട്ലി അത് തന്നെയാണ്. കാരണം ദ orders the input output request from the processors waiting for input output operation. Input output operation ചെയ്യാൻ വേണ്ട റിക്വസ്റ്റുകൾ കിട്ടുന്നതാണ് ഏത്? ഇൻപുട്ട് ഔട്ട്പുട്ട് സ്കെഡ്യൂളർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വരുന്നത് അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. ആക്ച്വലി വാട്ട് യു മീൻ ബൈ എ സ്കെഡ്യൂളർ? സോ സ്കെഡ്യൂളേഴ്സ് എന്ന് പറയുന്നത് they are integral to the operating system for the process management and optimization. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ആൻഡ് ഷോർട്ട് ടേം സ്കെഡ്യൂളർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഫ്രീക്വന്റ് ആയിട്ടായിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി ഡിസൈഡിങ് വിച്ച് പ്രോസസ് വിൽ ബി ഗെറ്റ് ദി സി പി യു ടൈം. രണ്ടാമത്തത് മീഡിയം സ്കെഡ്യൂളർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് വിൽ ബി റെഡ്യൂസ് ഓവർ ഹെഡ് ബൈ സ്വാപ്പിംഗ് ഔട്ട് ദ പ്രോസസ് ടെമ്പററിലി. തേർഡ് വൺ, ലോങ് ടേം സ്കെഡ്യൂളർ. ലോങ് ടേം സ്കെഡ്യൂളർ കൺട്രോൾ ചെയ്യുന്നുണ്ട് ദ അഡ്മിഷൻ ഓഫ് ദി പ്രോസസ് ഇൻ ടു ദി സിസ്റ്റം ഇൻഫ്ലുവൻസിങ് ദ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. സോ ദിസ് ആർ ദി അഡീഷൻ ഇൻഫർമേഷൻ. ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്കെഡ്യൂളർ ഒപ്റ്റിമൈസ് ചെയ്യുന്നുണ്ട് ദ സീക്വൻസ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ടു ഇംപ്രൂവ് ദ പെർഫോമൻസ് ആൻഡ് ഇറ്റ് വിൽ ബി റെഡ്യൂസിങ് ദ വെയിറ്റ് ടൈം. ഓക്കെ, next question, match the list 1 with list 2. List 1 ൽ തന്നിരിക്കുന്നത് SMTP, BGP, TCP and PPP. List 2 ൽ application layer, transport layer, data link layer and network layer. So what can be the correct matching? We will move on to the option. The first one, A1, B2, C3 and D4. Second, A2, B1, C4 and D3. Third option, A4, B2, C3 and D1. And the last option, A1, B4, C2 and D3. ഏതായിരിക്കും നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്നാണ് നിങ്ങൾ പറയേണ്ടത്. Yes, the correct option is option number 4, A1, B4, C2 and D3. അപ്പം SMTP എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ SMTP ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സെൻഡിങ് ദ മെയിൽസ് ആണ്. സോ സെൻഡിങ് മെയിൽസ് ആണ് SMTPയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ SMTP ഈസ് യൂസ്ഡ് ഇൻ ആപ്ലിക്കേഷൻ ലെയർ. ദിസ് ഈസ് യൂസ്ഡ് ടു സെൻഡ് ദ മെയിൽസ് ആൻഡ് വർക്ക്സ് അറ്റ് ദി ആപ്ലിക്കേഷൻ ലെയർ. ഇനി വരുന്നത്
ആൻഡ് ബി ജി പി എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് ലെയറിലാണ് അത് യൂസ് ചെയ്യുന്നത്. വൈ? ബിക്കോസ് ബി ജി പി എന്ന് പറയുന്നത് ഒരു റൗട്ടിംഗ് പ്രോട്ടോകോൾ ആണ്. ബി ജി പി ഈസ് എ റൗട്ടിംഗ് പ്രോട്ടോകോൾ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ദി പാത്ത് സെലക്ഷൻ ബിറ്റ്വീൻ ദ നെറ്റ്വർക്ക്. സോ ഒരു രണ്ട് നെറ്റ്വർക്ക്സിന്റെ ഇടയിൽ എങ്ങനെയാണ് പാത്ത് സെലക്ട് ചെയ്യേണ്ടത് അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് ഇത് ബി ജി പി. ആൻഡ് ടി സി പി എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ലെയറിലാണ്. ഒബിയസ്ലി ആ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ട്രാൻസ്പോർട്ട് ലെയർ. ആൻഡ് ഓൾസോ അത് പ്രൊവൈഡ് ചെയ്യുന്നത് റിലയബിൾ ഡാറ്റ ട്രാൻസ്ഫർ ആണ് ബിറ്റ്വീൻ ദ ഹോസ്റ്റിന്റെ ഇടയിലുള്ള റിലയബിൾ ഡാറ്റ ട്രാൻസ്ഫർ ആണ് ആര് ചെയ്യുന്നത്? ടി സി പി. ദെൻ വരുന്നത് പി 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 ആണ്. ദറ്റ് വിൽ ബി യൂസ്ഡ് ഇൻ ഡാറ്റ ലിങ്ക് ലെയറിലാണ് അത് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ബി എസ്റ്റാബ്ലിഷിംഗ് എ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു നോഡ്സ്. രണ്ട് നോഡ്സിന്റെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ആർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? പി 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 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഡാറ്റ ലിങ്ക് ലെയർ. ഓക്കെ, സോ ദ അഡീഷണൽ ഇൻഫോർമേഷൻ ഒ എസ് ഐ ലെയറിന്റെ സമ്മറി ആണ്. ആപ്ലിക്കേഷൻ ലെയറിൽ യൂസ് ചെയ്യുന്നതാണ് എസ് എം ടി പി, എച്ച് ടി ടി പി ആൻഡ് എഫ് ടി പി. ട്രാൻസ്പോർട്ട് ലെയറിൽ ടി സി പി ആൻഡ് യു ടി പി. നെറ്റ്വർക്ക് ലെയറിൽ ഐ പി, ബി ജി പി ആൻഡ് റൂട്ടിംഗ് പ്രോട്ടോകോൾസ്. Data link layer PPP and Ethernet. These are the protocol. These are the these are the examples which is coming under. These are the protocols which is coming under these certain layers. So the next question is match the list 1 with list 2. List 1 le thanirikkunnathu quadratic surfaces varunundu. Then so list 1 le thanirikkunnathu one sheeted hyperboloid, two sheeted hyperboloid and elliptic hyperboloid and hyperbolic paraboloid. So equations x square by a square plus y square by b square is equal to cz. X square by a square plus y square by b square minus z square by c square is equal to 1. Then x square by a square minus y square by b square is equal to cz. Then z square minus c square, z square by c square minus x square by a square minus y square by b square minus is equal to 1. So ഇതാണ് നമ്മുടെ അതായത് ഒരു ക്വാഡ്രാറ്റിക് സർഫസിന് വരുന്ന ഇക്വേഷൻസ് ആണ് തന്നിരിക്കുന്നത്. So what can be the correct matching? Yes, we will move on to the options. Option 1 A2, A1, B2, C3 and D4. Second option A2, B3, C4 and D1. Third option A2, B4, C1 and D3. Fourth option A4, B2, C1 and D3. So what can be the correct options? Yes, എന്തായിരിക്കും correct option വരുന്നത്? Yes, the correct option is option number 3, A2, B4, C1 and D3. So ഒരു quadratic surface define ചെയ്തിരിക്കുന്നത് second degree equations ആണ് in the 3 variables ലായിരിക്കും. So to match the surface with their equations, we have to analyze the signs of the terms and the powers of the variables. So sign powers ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടത്. So the first one എന്ന് പറയുന്നത് one sheeted hyperboloid ആണ്. സോ അതായത് ഈ ഒരു സർഫസ് ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത് 2 പോസിറ്റീവ് സ്ക്വയർ ടേം ഉണ്ടാവും, ഒരു നെഗറ്റീവ് സ്ക്വയർ ടേം ഉണ്ടാവും. സോ ഒരു പോസിറ്റീവ് സ്ക്വയർ ടേം ഉണ്ടാവും, ഒരു നെഗറ്റീവ് സ്ക്വയർ ടേം ഉണ്ടാവും. ആൻഡ് അത് ഈക്വലൈസ് ചെയ്തിരിക്കുന്നത് ഒരു പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണ്. അതായത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ മൈനസ് സെഡ് സ്ക്വയർ ബൈ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. സോ ഇതാണ് ഒരു നെഗറ്റീവ് ടേം എന്ന് പറയുന്നതും. ആൻഡ് ദിസ് വിൽ ബി ദ പോസിറ്റീവ് ടേംസ്. ഇനി ടു ഷീൽഡഡ് ഹൈപ്പർബോളോയിഡ് എന്ന് പറയുന്നത് എന്ന് പറയുന്ന സമയത്ത് അവിടെ 2 നെഗറ്റീവും 1 പോസിറ്റീവും ആണ് ഉണ്ടാവുന്നത്. അതായത് സെഡ് സ്ക്വയർ ബൈ സി സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. അതാണ് ടു ഷീൽഡഡ്. ഇനി വരുന്നത് എലിപ്റ്റിക് പാരാബോളോയിഡ് ആണ്. എലിപ്റ്റിക് പാരാബോളോയിഡ് എന്ന് പറയുന്ന സമയത്ത് അവിടെ 2 സ്ക്വയർ ടേമിന് സെയിം സൈൻ ആയിരിക്കും, ഒരു ലീനിയർ ടേം ആയിരിക്കും. അതായത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സെഡ്. ആൻഡ് ഹൈപ്പർബോളോയിഡ് പറയുന്നത് എന്താണ്? സോ ഈ ഒരു ഹൈപ്പർബോളിക് പാരാബോളോയിഡിനെ ഹൈപ്പർബോളിക് ആയിട്ടുള്ള പാരാബോളോയിഡിനെ പറയുന്ന പേരാണ് സാഡില്. സോ ദാറ്റ് ഹാസ് 2 സ്ക്വയർ ടേംസ് ഉണ്ടാവും, അതിന് ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും, ഒരു ലീനിയർ ടേം ഉണ്ടാവും. സോ ദ സ്റ്റാൻഡേർഡ് ടേം എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സെഡ്. ഓക്കെ, ഇതാണ് ഹൈപ്പർബോളിക് പാരാബോളോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ അതെങ്ങനെയാ വരുന്നതെന്ന്?
So this will be the last question. Arrange the following steps of the MapReduce framework. MapReduce frameworks ന്റെ steps ആണ് arrange ചെയ്യാൻ പറയുന്നത്. Options are input splitting, reducing, mapping, shuffling and sorting. ഇതിനെയാണ് നമ്മളോട് എന്ത് ചെയ്ത് അറേഞ്ച് ചെയ്യാൻ പറയുന്നത്. So the options can be DACB, BCAD, ACDB and CBDA. എന്തായിരിക്കും ആ ഒരു സ്റ്റെപ്പ് മാപ്പ് റെഡ്യൂസ് ഫ്രെയിംവർക്കിന്റെ? So we will move on to the correct answer. ഏതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ? മാപ്പ് റെഡ്യൂസ് ഫ്രെയിംവർക്ക് ആണ്. മാപ്പ് റെഡ്യൂസ് ഫ്രെയിംവർക്കിന്റെ സ്റ്റെപ്സ് ആണ് തന്നിരിക്കുന്നത്. നല്ലപോലെ നോക്കുക. യെസ്, ദ ആൻസർ ഇസ് ഓപ്ഷൻ നമ്പർ 3, ACDB. എങ്ങനെയാ അത് വന്നേ നോക്കിയേ. ഒരു മാപ്പ് റെഡ്യൂസിങ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോഗ്രാമിംഗ് മോഡലാണ്. അത് യൂസ് ചെയ്തിരിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങിലാണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രോസസ്സിംഗ് ആൻഡ് ജനറേറ്റിംഗ് ലാർജ് ഡാറ്റാ സെറ്റ്. ലാർജ് ഡാറ്റാ സെറ്റ് പ്രോസസ്സ് ചെയ്യാനും ജനറേറ്റ് ചെയ്യാനാണ് അത് യൂസ് ചെയ്യുന്നത്. അത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ക്ലിയർലി ഡിഫൈൻഡ് സ്റ്റെപ്പ് ടു എൻഷുർ ദ എഫിഷ്യൻറ്റ് execution. And the correct order, first one എന്ന് പറയുന്നത് ഇൻപുട്ട് സ്പ്ലിറ്റിംഗ് ആണ്. ഇൻപുട്ട് സ്പ്ലിറ്റിംഗ് എന്ന് പറയുമ്പോൾ ആ മൊത്തം ഡാറ്റാ സെറ്റിനെ നമ്മൾ എന്താക്കി മാറ്റുന്നുണ്ട്, സ്മോൾ ചങ്ക്സ് അല്ലെങ്കിൽ കുഞ്ഞു സ്പ്ലിറ്റ്സ് ആക്കി മാറ്റുന്നുണ്ട്. So that will be enabling the distributed processing across the multiple nodes in a cluster. രണ്ടാമത്തെ കാര്യമാണ് മാപ്പിംഗ്. അപ്പോൾ ആദ്യം നമ്മൾ അതിന് കുഞ്ഞു സ്പ്ലിറ്റ് ആക്കി ഇനി നമ്മൾ അതിനെ മാപ്പ് ചെയ്യണം. മാപ്പ് ചെയ്യാന്ന് പറയുന്നത് അവിടെ മാപ്പിംഗ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യും ഓരോ സ്പ്ലിറ്റിലും. സോ ദാറ്റ് ഇറ്റ് വിൽ ബി പ്രോസസിങ് ദ ഡാറ്റ ആൻഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഇന്റർമീഡിയറ്റ് കീ വാല്യൂ പെയർസ്. അടുത്ത കാര്യമാണ് ഷഫ്ലിംഗ് ആൻഡ് സോർട്ടിംഗ്. ഷഫ്ലിംഗ് ആൻഡ് സോർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു തൊട്ട് മുമ്പത്തേല് നമ്മുടെ കയ്യിൽ ഇന്റർമീഡിയറ്റ് കീ വാല്യൂ പെയർസ് ഉണ്ട്. ഈ ഇന്റർമീഡിയറ്റ് കീ വാല്യൂ പെയർസിനെ നമുക്ക് ഷഫിൾ ചെയ്യാം. ആൻഡ് അതിന് ഒരു കീയുടെ ബേസ് ചെയ്തിട്ട് നമ്മൾ സോർട്ട് ചെയ്തു. ആൻഡ് ആ ഒരു കീയുടെ ബേസ് സോർട്ട് ചെയ്തിട്ട് ഏതൊക്കെയാണ് ഒരുമിച്ച് വരുന്നത് നമ്മൾ അതിനെ ഗ്രൂപ്പ് ചെയ്തു. ഒരേപോലെയുള്ളതിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. ഇനി റെഡ്യൂസിംഗ് ആണ്. റെഡ്യൂസിംഗ് എന്ന് പറയുന്നത് അത് ഗ്രൂപ്പ്ഡ് ഡാറ്റേനെ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് this sequence will be ensuring the scalability and the parallelism which will be making the MapReduce as an efficient solution for the big data processing. ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് എന്താണ് ഇൻപുട്ട് സ്പ്ലിറ്റിംഗ് അത് പറഞ്ഞിട്ടുള്ള. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇൻപുട്ട് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് ഡാറ്റേനെ നമ്മൾ ഫിക്സഡ് സൈസ് ആക്കി ചങ്ക്സ് ആക്കി മാറ്റി അതിനൊരു ബ്ലോക്ക് സൈസ് ഉണ്ട്, അത് ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിംഗ് ആൻഡ് ഓൾസോ അത് കമ്പ്യൂട്ടേഷണൽ ഓവർഹെഡ് റെഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത് മാപ്പർ ഉണ്ട്, ഓരോ ഡാറ്റാ സ്പ്ലിറ്റിനും കീ വാല്യൂ പെയർസ് കൊടുത്തു, ഇന്റർമീഡിയറ്റ് കീ വാല്യൂ പെയർസ് കിട്ടി. ഈ കീ വാല്യൂ പെയർസിന്റെ ബേസ് ചെയ്തിട്ട് ഷഫിൾ ചെയ്യാം, സോർട്ട് ചെയ്യാം. ആൻഡ് റെഡ്യൂസിങ് എന്ന് പറയുന്നത് ഈ കീ വാല്യൂ പെയർസിനെ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ആ ഒരു അതാണ് അഗ്രിഗേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത്. ഇനി വരുന്നതാണ് അഡ്വാൻറ്റേജസ് ഓഫ് MapReduce. MapReduceന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് അത് എനേബിൾ ചെയ്യുന്നുണ്ട് ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിംഗ് ഓഫ് മാസീവ് ഡാറ്റാ സെറ്റ് അക്രോസ് ദി ലാർജ് ക്ലസ്റ്റേഴ്സ്. ആൻഡ് ഓൾസോ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോൾട്ട് ടോളറൻസ് ത്രൂ ദി അപ്ലിക്കേഷൻസ് ഓഫ് ഡാറ്റ സ്പ്ലിറ്റ്സ്. ആൻഡ് ഓൾസോ ഓട്ടോമാറ്റിക്കലി ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഷഫ്ലിംഗ്, സോർട്ടിംഗ് ആൻഡ് ലോഡ് ബാലൻസിങ്. ഇനി MapReducingൽ വരുന്ന അപ്ലിക്കേഷൻസ് ആണ് സെർച്ച് എൻജിൻസിൽ യൂസ് ചെയ്യുന്നുണ്ട് ഫോർ ഇൻഡെക്സിങ് ദ വെബ് പേജസ്, ലോഗ് അനാലിസിസ് ആൻഡ് ഡാറ്റ മൈനിങ് ടാസ്ക് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫോർ ഡിസ്ട്രിബ്യൂട്ടഡ് ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ്. ഇതെല്ലാം എന്താണ് MapReducingന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, യെസ്, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെഷൻ. Thank you learners, thank you so much for watching the video. We will be seeing in the next session with the remaining PYQs. Thank you so much.